നമ്മൾ എല്ലാവരും വാട്സപ്പിൽ പ്രൊഫൈൽ ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഫൈൽ ഫോട്ടോസ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു ഫോട്ടോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പുറത്തോട്ട് തള്ളി നിൽക്കുന്നത് പോലത്തെ ഒരു 3D എഫക്റ്റുള്ള ഒരു പ്രൊഫൈൽ ഫോട്ടോ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇത് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിന് മെയിനായിട്ട് വേണ്ട കാര്യം എഡിറ്റിംഗ് ആണ്. അതിന് നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത് പിക്സാർട്ട് എന്നുള്ള ആപ്ലിക്കേഷനാണ്. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. പിക്സാർട്ട് ഓപ്പൺ ചെയ്താൽ ഇവിടെ താഴെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ എഡിറ്റ് എ ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മുകളിൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെ നോക്കിയാൽ ഷേപ്പ് മാസ്ക് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റൗണ്ട് ഷേപ്പ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇവിടെ റൗണ്ട് ഷേപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ള ഓപ്ഷൻ മാറ്റുക. അത് മാറ്റിയിട്ട് നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ട് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളിന് ഒരു നീല ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു. ഓക്കെ കൊടുത്തു. ഇപ്പോൾ ഓക്കെ കൊടുത്തപ്പം ഈ ഒരു റൗണ്ടിൻ്റെ പുറത്താണ് നീല കളർ വന്നിട്ടുള്ളത്. റൗണ്ടിൻ്റെ ഉള്ളിൽ വെള്ള കളർ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു കളർ ഇൻവേർട്ട് ആവും. അതിനുശേഷം ഈ ഒരു ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ നോക്കിയാൽ നമുക്ക് ആഡ് ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്യണം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ പിക്സാർട്ടിൽ തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിനേക്കാൾ നല്ലത് ഓൺലൈനായിട്ട് ചെയ്യുന്നതാണ്. ഓൺലൈനായിട്ട് എങ്ങനെയാണ് ചെയ്യുകയെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യുക. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്താൽ കുറേ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതിൽ ഫസ്റ്റ് വെബ്സൈറ്റിനെ സെലക്ട് ചെയ്യുക. remove.bg എന്നുള്ള വെബ്സൈറ്റാണ്. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിനു ശേഷം അപ്ലോഡ് ഇമേജ് എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാണ്. അപ്ലോഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തരും. ഇപ്പം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അതിനുശേഷം ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ഡൗൺലോഡ് കൊടുക്കുക. അപ്പം ഈ ഒരു ഫോട്ടോ ഇപ്പം ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി പിക്സാർട്ടിലോട്ട് തിരിച്ചു വരിക. പിക്സാർട്ടിലോട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ ഇപ്പം പുതുതായിട്ട് ആ ഒരു ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് കൊടുത്തിട്ട് ഈ ഒരു റൗണ്ടിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു തലൻ്റെ ഭാഗം കുറച്ചൊന്ന് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രീതിയിൽ സെലക്ട് ചെയ്യുക. അപ്പോഴാണ് നമുക്കൊരു 3D എഫക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുക. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ താഴെ നോക്കിയാൽ ഒപ്പാസിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് കുറച്ചൊന്ന് കുറയ്ക്കുക. അത് കുറയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു എക്സ്ട്രാ ഉള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു എക്സ്ട്രാ ഉള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ ഇറേസ് ബട്ടൺ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അടിയിൽ എക്സ്ട്രാ വരുന്ന കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുക. പിന്നെ റിമൂവ് ചെയ്യുമ്പം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒപ്പാസിറ്റി 100% ഇടുക. അതുപോലെ തന്നെ സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടുക, അല്ലെങ്കിൽ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കുക. ഹാർഡ്നെസ്സും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഹാർഡ്നെസ് ഞാൻ 100%ലും ഒപ്പാസിറ്റി 100%ലും ആക്കിയിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ കിട്ടും. എന്തായാലും ഈ ഒരു സൈഡിലുള്ള ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ റിമൂവ് ചെയ്യുകയാണ്. ഇപ്പോൾ ആ ഒരു സൈഡിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മുകളിലുള്ള ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒപ്പാസിറ്റി നേരത്തെ കുറച്ചിട്ടുണ്ടായിരുന്നു. അത് കൂട്ടുക. ഫുൾ ഒപ്പാസിറ്റിയിലിടുക. 100% ആക്കുക. ഇപ്പോൾ നമ്മൾ പ്രൊഫൈൽ ഫോട്ടോ സെറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെയുള്ള ആ ഒരു ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ആരോ മാർക്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് കൊടുക്കുക. ഇപ്പം ഈ ഒരു ഫോട്ടോ സേവ് ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വാട്സപ്പിലോട്ട് വീണ്ടും വരിക. എന്നിട്ട് പ്രൊഫൈൽ ഫോട്ടോ മാറ്റുക. അപ്പോൾ എഡിറ്റ് കൊടുക്കുക. എഡിറ്റ് കൊടുത്തിട്ട് ഗാലറിയിലോട്ട് പോവുക. ഗാലറിയിലോട്ട് പോയിട്ട് ഈ ഒരു പുതിയ പ്രൊഫൈൽ ഫോട്ടോ ആഡ് ചെയ്യുക. പിന്നെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കുറച്ചൊക്കെ നമ്മൾ പ്രൊഫൈൽ ഫോട്ടോ ആഡ് ചെയ്യുമ്പം കൊടുക്കണം. ഇപ്പം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അടക്കം ആ ഒരു പ്രൊഫൈൽ ഫോട്ടോ കൊടുക്കുക. എന്നിട്ട് ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്താൽ ആ ഒരു പ്രൊഫൈൽ ഫോട്ടോ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ പുതിയ പ്രൊഫൈൽ ഫോട്ടോ സെറ്റ് ആയിട്ടുണ്ട്. ഒരു 3D ടൈപ്പ് പ്രൊഫൈൽ ഫോട്ടോ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.